അങ്ങേക്കു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷ ദൈവത്തെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആദരനായ ദൈവദാസൻ കുടുംബം, മറ്റെല്ലാ ദൈവവിശ്വാസികൾ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭ സമയത്ത് അറിയിക്കട്ടെ. നിശ്ചയമായും പരിശുദ്ധാത്മാവ് വ്യക്തമായി നമ്മോട് സഭയോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ വേദനയോടെ പ്രയാസത്തോടെ വന്നു നിന്ന പല മേഖലകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വ്യക്തമായി ദൈവദാസനിലൂടെ ദൈവവചനം കേൾക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ മഹത്വം, നമ്മുടെ സഭയെ കർത്താവ് സ്നേഹിക്കുന്ന ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ നിരന്തരമായി ഹല്ലേലൂയ സ്തോത്രം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് ഇന്ന് പകൽക്കാലം അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് നമുക്ക് വേണ്ടതുള്ളതായ സഭയ്ക്ക് വേണ്ടുന്നുള്ള ആലോചനകൾ ദൈവദാസനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. എന്താണ് നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത്? നമുക്ക് കർത്താവ് നമ്മളോട് കൂടെ ഒരു ബലമായി, ഒരു ശക്തിയായി നമ്മോട് കൂടെയുണ്ടെങ്കിൽ നാം ഒന്നിനും തന്നെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ഒരാഴ്ചക്കാലം മാത്രമല്ല, ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട അനുഗ്രഹിക്കപ്പെട്ട ആലോചന ദൈവദാസനിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. പ്രത്യേകിച്ച് സ്തോത്രം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭയുള്ള ബന്ധത്തിൽ ഒരു മൂന്നാം ഘട്ടത്തിലേക്കാണ് ഈ സഭയായി തീരുന്നത്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലേക്ക് സഭയെ ആക്കുക എന്നുള്ള ഒരു ദൗത്യം പരിശുദ്ധാത്മാവ് ദൈവവചനത്തിലൂടെ പറയുവാൻ എന്നെ ഹല്ലേലൂയ സ്തോത്രം ധൈര്യപ്പെടുത്തിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വേറൊരു രീതിയിലേക്ക് എന്നെ നടത്തുവാനിടയായി. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ആഴമായി പഠിപ്പിക്കുവാൻ ദൈവം ഒരു നിയോഗം എന്നിൽ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അതുകൊണ്ടാണ് ഒരു സ്റ്റഡി മെത്തേഡിൽ ഞാൻ പല കാര്യങ്ങൾ സംസാരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് നമ്മൾ പഠിപ്പിക്കുന്ന കാലഘട്ടം, നമ്മൾ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പഠിപ്പിക്കുന്ന കാലയളവിൽ പല സംശയങ്ങൾ നിശ്ചയമായിട്ട് അത് ചോദിക്കാം, നിങ്ങൾക്ക് ആ സംശയം നിവാരണം ചെയ്യാം. കാരണം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അത് നമ്മൾ ഒരു 4 തിയോളജിയുടെ, ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 12ഓളം സെക്ഷനുണ്ട്. അതിൽ 4 ഘടകങ്ങളാണ്. ഒന്ന് തിയോളജി, ദൈവശാസ്ത്രം, സ്റ്റഡി അബൌട്ട് ഗോഡ്. അതുപോലെ തന്നെ രണ്ടാമത്തത് ക്രൈസ്റ്റോളജി, ദ സ്റ്റഡി അബൌട്ട് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ പറ്റിയുള്ള പഠനം. അതുപോലെ നീമറ്റോളജി, ദ സ്റ്റഡി അബൌട്ട് സ്തോത്രം പരിശുദ്ധ ഹോളി സ്പിരിറ്റ്. അതുപോലെ നാലാമത്തത്, ഈ 4 ഭാഗമാണ് സ്തോത്രം ആന്ത്രോപോളജി, ദ സ്റ്റഡി അബൌട്ട് മാൻ. ഈ 4 ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പരിശുദ്ധാത്മ ശാസ്ത്രം പഠിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ പഠനമെന്ന് പറയുന്നത് അനേകം വർഷങ്ങളായി ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവഭക്തന്മാർ, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് അനുഭവത്തിൽ നിൽക്കുന്ന ദൈവദാസന്മാർ പലരുടെയും അനുഭവങ്ങളും അവർ കണ്ടുപിടിക്കപ്പെട്ട് ദൈവത്തെ നൽകപ്പെട്ട പല സ്റ്റഡി മെത്തേഡുകളാണ് ഹല്ലേലൂയ സ്തോത്രം ഈ ദിവസങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഇതിൻ്റെ അന്ത്യ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ നമ്മൾ പൂർണ്ണമായി ഗ്രഹിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഹൃദയത്തിലേക്ക് ആവാഹിക്കണം. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഹല്ലേലൂയ സ്തോത്രം മനസ്സിലാക്കിയ കാര്യം, പരിശുദ്ധാത്മാവിനെ പറ്റി നമ്മൾ പഠിപ്പിച്ചു. അപ്പോൾ അതിൽ ഒരു വിഷയം വളരെ ഹല്ലേലൂയ സ്തോത്രം സംശയാസ്പദമായ ചോദ്യങ്ങൾ നിൽക്കുന്ന പല ഭാഗങ്ങളുണ്ട്. അതിലൊരു ചോദ്യത്തിന് മറുപടി ആദ്യം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഹല്ലേലൂയ സ്തോത്രം ആ ഒരു ഭാഗത്തിലേക്ക് ഒന്നുകൂടെ വരുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞൊരു ഭാഗമുണ്ട്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ജീവനുണ്ടായിരുന്നോ ഇല്ലയോ, അതോ മൂക്കിൽ ശ്വാസം ഊതിയപ്പോഴാണോ ജീവനുള്ളതായി തീർന്നത്? നമ്മൾ പലപ്പോഴും പഠിപ്പിക്കുന്ന ഭാഗമാണ്, നമ്മൾ നിരന്തരമായി കേട്ടിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സ്തോത്രം അതിനെപ്പറ്റി പഠന പറയുന്നതാണ് കേട്ടോ. നിശ്ചയമായിട്ടും അനേകം അഭിപ്രായ വ്യത്യാസങ്ങൾക്കാണെങ്കിലും ദൈവവചനപ്രകാരം ഞാൻ പറയുന്നു, ദൈവം നിലത്തെ പൊടി കൊണ്ട് ദൈവം മനുഷ്യ ജീവനുള്ള ഒരു വ്യക്തിയായി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. പിന്നെ എന്താണ് ദൈവം മൂക്കിൽ ശ്വാസം ഊതിയെന്നറിയാമോ? ദൈവം എന്താ ഊതിയെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ആദ്യ പ്രവചനത്തിൽ പഠിച്ചു, ദൈവാത്മാവ്, യഹോവയുടെ ആത്മാവിനെയാണ് അവൻ്റെ മൂക്കിലേക്ക് ഊതുവാനിടയായി തീർന്നത്. എന്താ അതിൻ്റെ തെളിവെന്തുവാ? നമ്മളൊന്ന് വായിച്ചോ. ആ വാക്യം നമ്മൾ ചേർത്ത് വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം പലരുടെയും സംശയമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വരാം. ദയവായി മൈക്കിലൂടെ വായിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ നിർമ്മിച്ചിട്ട്. മനുഷ്യനെ നിർമ്മിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞു. ആണോ?
ആ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. ഞാൻ പറഞ്ഞത് ഒരു സ്റ്റഡി മെത്തേഡ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിനൊരു വളരെ ആഴമുണ്ട്. പുതിയ നിയമമായിട്ട് വളരെ ബന്ധമുള്ളതുകൊണ്ട് ഇതിനെ ഒന്നുകൂടെ ഞാൻ ആ സംശയം വന്നപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. ദൈവം മനുഷ്യനെ നിർമ്മിച്ചത് ജീവനില്ലാത്തവനായിട്ടല്ല, ജീവനുള്ളവനായിട്ട്. അടുത്ത വാക്യം വായിച്ച് എന്താ ദൈവം മൂക്കിൽ ശ്വാസം ഊതിയത്? അടുത്ത വാക്യം വായിച്ച്. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ശ്രദ്ധയോടെ കേൾക്കണം. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനസ്സിലായോ? ആ വാക്ക് ശ്രദ്ധയോടെ കേൾക്കണം. ഹലോ, നമ്മൾ വർഷങ്ങളായി നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത് ആ മൂക്കിൽ ദൈവശ്വാസം ഊതിയപ്പോഴാണ് ജീവനുണ്ട്. അങ്ങനെയല്ല ഇവിടെ പറയുന്നത്. ജീവശ്വാസമൂതി എന്താ അതിന്റെ അർത്ഥം? ദൈവത്തിന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കി. എന്നിട്ട് എന്തായാലും പറയുന്നത്? ആത്മാവിനെ ഉള്ളിലാക്കിയപ്പോൾ ജീവനുള്ള മനുഷ്യനായിട്ടല്ല തീർന്നത്. എന്താ പറയുന്നത്? ജീവനുള്ള ദേഹി. ദേഹിയുടെ അർത്ഥം എന്താ? ദേഹി എന്ന് പറഞ്ഞ ശരീരമാണോ? അല്ല. നമ്മുടെ മനുഷ്യനാണോ? അല്ല. നമ്മുടെ ഉള്ളിലുള്ള സംഭവമാണ് ദേഹി. എന്തോ അതിന്റെ അർത്ഥം നമ്മൾ പഠിപ്പിച്ചു. വിൽ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇന്റലക്ച്വൽ പവർ, നമ്മൾ ചിന്തിക്കുവാനുള്ള ആ ഒരു ശക്തി, ഇതൊക്കെയാ ഒരു ദേഹി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവനുള്ള ദേഹിയായി തീർന്നു പറഞ്ഞാൽ ഉള്ളിലൊരു ജീവൻ കൊടുത്തു. എന്താ ജീവൻ? യഹോവയുടെ ആത്മാവിനെ അവന്റെ മനസ്സിലേക്ക് തിരികെ തള്ളി. മനസ്സിലായോ? അതിനെന്തോ തെളിവ്? ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കർത്താവ് എന്താ പറഞ്ഞത്? നീ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. തിന്നുന്ന നാളിൽ എന്ത് ചെയ്യും? മരിക്കും. അവിടെ മരണം പറഞ്ഞത് എവിടെയാ? ജീവനിലാണോ? ശരീരത്തിലാണോ? അല്ല. യഹോവയുടെ ആത്മാവിനെ അവന്റെ ജീവനുള്ള ദേഹിയായി മനസ്സിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ആ മനസ്സിലുള്ള ദേഹിയാണ് ദൈവം പറഞ്ഞത് നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ശേഷം അവന്റെ മൂക്കിൽ ശ്വാസം ഊതിയത് യഹോവയുടെ ആത്മാവിനെ ആയിരുന്നു. അപ്പോൾ ദേഹിക്കകത്ത് ആത്മാവില്ല എങ്കിൽ ദൈവസന്നിധി അവൻ ചത്തവനാണ്. ദൂത് മനസ്സിലായോ? ഹലോ, അപ്പൊ ചോദിക്കും, ജീവൻ വേണമെങ്കിൽ യഹോവ ഊതാതെ പറ്റുമോ? പറ്റും. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എസെക്കിയേലിന്റെ പ്രവചനം 37-9 വാക്യത്തിൽ വായിച്ചേ. എസെക്കിയേലിന്റെ പ്രവചനം, എഹെസ്കേലിന്റെ പ്രവചനം 37-9 വാക്യം. എഹെസ്കേലിന്റെ പ്രവചനം 37-9 വാക്യം. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്കാം. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. ശ്വാസം എന്തുവാ? ജീവൻ. അതെവിടെ നിന്ന്? പ്രകൃതി നിന്നാ വരേണ്ടത്. അപ്പൊ ദൈവം സൃഷ്ടിച്ച ഭൂമിയിൽ ആ പ്രകൃതിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു? ജീവൻ വെളിപ്പെട്ടു. ജീവൻ വെളിപ്പെടാൻ യഹോവ മൂക്കിൽ ശ്വാസം ഊതേണ്ട ആവശ്യമില്ല. അവിടെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വളരെ ആഴമേറിയ കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറയുന്നത്, ജീവൻ വെളിപ്പെടാൻ അവിടെ എന്താ പറയുന്നത്? എഹെസ്കേൽ പ്രവചനം എന്താ പറയുന്നത്? നമുക്കറിയാം. അല്ലെങ്കിൽ എല്ലുകളും അതുപോലെ അല്ലെങ്കിൽ സ്തോത്ര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്ന അതിനകത്ത് ദൈവം പ്രവാചകനെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹലോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാം, നിശ്ചയമായിട്ട് ചോദിക്കാം. ഞാനിത് പറഞ്ഞു വന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്. ഞാനത് പറഞ്ഞുതരാം, അത് തെളിയിക്കാം. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വളരെ ആഴമുള്ളൊരു കാര്യമാണ് പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് പലർക്കും സംശയമുണ്ട് ഇതെന്താന്ന്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, നിഹതന്മാർ ജീവിക്കാൻ വേണ്ടി അവിടെ എല്ലാ സംഭവവും കഴിഞ്ഞ ശേഷം അവസാനം എന്താ പറഞ്ഞത്? ഈ പ്രകൃതിയോടാ ദൂത് പറയുന്ന ആരാ? പ്രവാചകനോട് പറയും, ഈ പ്രകൃതിയോട്, ഈ കാറ്റിനോട് എന്ത് ചെയ്യാ? പ്രവചിക്ക. അപ്പൊ പ്രകൃതിയിൽ നിന്നുമാണ് ജീവനെ നൽകിയത്. മനസ്സിലായോ? മനുഷ്യജീവൻ അത് പ്രകൃതിയിൽ നിന്നാണ്. ദൈവം സൃഷ്ടിച്ചപ്പോൾ, ദൈവം നിർമ്മിച്ചപ്പോൾ പ്രകൃതിയിൽ നിന്നും ദൈവത്താൽ നിർമ്മിതമായ ഒരു ഭാഗമാണ് ജീവൻ എന്ന് പറയുന്നത്. അത് പ്രകൃതിയുള്ളതാ. പക്ഷേ ദൈവം തൻ്റെ മൂക്കിൽ ശ്വാസമൂതിയത് പ്രകൃതിയാലുള്ള അനുഭവമല്ല, മറ്റാർക്കും നൽകുവാൻ പറ്റാത്തൊരു സാധനം. എന്താ? യഹോവയുടെ ആത്മാവ്. അവിടെ പറയുന്നൊരു ഭാഗം, ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹി എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള അകമനുഷ്യൻ, ഉൾമനുഷ്യൻ. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തൊരു വലിയ ദൂതുണ്ട്. ദൈവം പറയുന്നു, നീ ദൈവത്തിന്റെ കൽപ്പന എന്നാണോ നീ അനുസരിച്ച് മാറുന്നത്, നീ എന്നാണോ ഫലം കായ്ക്കുന്നത്, നീ അന്ന് എന്ത് ചെയ്യും? നീ മരിക്കുവാനിടയായി തീരും. ഒരു കാര്യം കൂടെ പറയാം,
ആദാമും ഹൗവയും മനുഷ്യരുടെ മുമ്പിൽ മരിച്ചില്ല. പക്ഷെ എവിടെയാ മരിച്ചത്? അവൻ ദേഹിയിലാ മരിച്ചത്. ദൈവം അവന്റെ മൂക്കിൽ ശ്വാസമൂതിയ ജീവശ്വാസം, ദൈവത്തിന്റെ ശ്വാസം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവന്റെ ഇതു അവന്റെ മൂക്കിൽ നിന്നും അവന്റെ ശരീരത്തിൽ നമ്മുടെ അകമനുഷ്യൻ നിന്നും പോകുവാനിടയായിത്തു. ഞാൻ ഇന്ന് പകൽക്കാലം പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധ വ്യക്തമായി പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, മനസ്സിന്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ, നമ്മുടെ ദേഹിക്കുള്ളിൽ വെളിപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ മുമ്പിൽ ജീവനുള്ളവനായിരിക്കാം. വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ അവന്റെ പേർ ജീവനുണ്ടെങ്കിലും അവൻ മരിച്ചവനാകുന്നു, ചത്തവനാകുന്നു. ചത്തവരുടെ ലിസ്റ്റിൽ പെടുവാൻ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കാത്തതിനാൽ നമ്മുടെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, യഹോവയുടെ ആത്മാവ് കർത്താവേ എൻ്റെ ദേഹിക്കകത്ത് വെളിപ്പെടണമേ, എൻ്റെ ദേഹിക്കകത്ത് ജീവനുള്ളവനായി നിൽക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ദൈവസഭയായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ സംശയം തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പഠിച്ചു വന്ന ഭാഗത്തിൽ അതിൻ്റെ തുടർ വിവരണം നമ്മൾ പ്രധാനപ്പെട്ട അനേകം ഭാഗങ്ങൾ പഠിച്ചു. അതിൽ പ്രധാനപ്പെട്ട 2 പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ പറ്റി. ഒന്നാമത്തെ എന്താണ്? കർത്താവേ, എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത് പോലെ, പരിശുദ്ധാത്മാവിൻ്റെ ശരീരത്തിൽ അനുവദിക്കുന്നത് പോലെ കർത്താവേ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ദേഹിക്കകത്ത് അനുവദിച്ചു കൊടുക്കണമെന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, മനുഷ്യന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിയാക്ഷൻ ശരീരത്തിൽ നടക്കും. പക്ഷേ ആ റിയാക്ഷൻ മാത്രമാകരുത്, ഉള്ളിൽ ജീവൻ വേണം. അപ്പോൾ ഉള്ളിൽ ജീവന്റെ അർത്ഥം എന്താ? ക്ഷമിക്കാനുള്ള മനസ്സ് വേണം, പൊറുക്കുവാനുള്ള മനസ്സ് വേണം, പക പാടില്ല. അല്ലല്ല, ഞാൻ പലവട്ടം പറഞ്ഞതുപോലെ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, തൊന്നപശം ഇതെല്ലാം നിങ്ങളുടെ മനസാക്ഷിയെ, നിങ്ങളുടെ ദേഹിയെ കൊല്ലുന്ന കാര്യമാണ്. അപ്പോൾ പുറത്ത് നടക്കുന്നതോ ശരീരത്തിൽ പല കാര്യങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, അന്യഭാഷ നടക്കും, ഉപവാസ പ്രാർത്ഥന നടക്കും, പ്രാർത്ഥന നടക്കും. അതല്ലേ കർത്താവ് പറയുന്നേ, ഒരിക്കൽ നീ എൻ്റെ നാമത്തിൽ ഞാൻ അത് ചെയ്തു ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, പല അത്ഭുതങ്ങൾ പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറയുന്നേ? ഞാൻ അവനെ ഒരു നാളും അറിയുന്നില്ല. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ശരീരത്തിൽ വെളിപ്പെട്ടിരുന്നു. മനസ്സിന്റെ ഉള്ളിൽ ദൈവം ആദാമിന് ഹവ്വയ്ക്ക് ഉള്ളിൽ അതെ ഇൻസ്റ്റാൾ ചെയ്ത ദേഹിക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ കഴിയാതെ പോയാൽ ദൈവസനെ അവൻ മരിച്ചവനാകുന്നു. ഇന്ന് മകൾക്ക് സഭയോട് ദൂത് പറയട്ടെ, നമ്മുടെ ശരീരത്തിൽ മാത്രമല്ല, നമ്മുടെ അന്യഭാഷകൾ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കർത്താവേ, എൻ്റെ ഉള്ളിൽ, എൻ്റെ ദേഹിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടോ അല്ലയോ എന്ന് ദൈവസനെ കരയണം, പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ഭാഗം നമ്മുടെ ശരീരത്തിൽ അനുവദിക്കുന്നത് പോലെ നമ്മുടെ ദേഹിക്ക് എന്ത് ചെയ്യണം? അനുവദിച്ചു കൊടുക്കണം, അലോ ചെയ്തു കൊടുക്കണം. എങ്ങനെയാണ്? ഹൃദയംഗമായി ഒരു വിഷയം വരുമ്പോൾ, നമ്മൾ ആരോടെങ്കിലും വിഷമിക്കുന്നൊരു ഭാഗം വരുമ്പോൾ ആ വിഷമമല്ല വരേണ്ടത്. കർത്താവേ, ഈ വിഷമം മുഖാന്തരം അപ്പാ എൻ്റെ ദേഹിക്കകത്ത് മരിച്ച അനുഭവത്തിൽ ദൈവസന്നി വരരുത്. ദൈവസന്നി ജീവനുള്ള ഒരു ദേഹിയായി അപ്പാ നിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ഒരു വിഷയത്തിനകത്ത് അപ്പാ എൻ്റെ ദേഹി മരിക്കുവാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ഉള്ളിലേക്ക് അനുവദിച്ചു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ഓർക്കണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രോഗികളെ സൗഖ്യമാക്കി, ഇതൊക്കെ നടക്കുന്ന എവിടെയാ? ശരീരത്തിലാ. അതിന്റെ റിയാക്ഷനാ. നമ്മുടെ റിയാക്ഷൻ മാത്രം പോരാ, നമ്മുടെ ദേഹിക്കകത്ത് പരിശുദ്ധാത്മാ അനുവദിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ഭാഗം ദൈവദാസൻ എന്ന് പ്രസംഗിച്ചൊരു ഭാഗവും ഞാൻ പ്രസംഗിച്ച ഭാഗം അതേ ഒരു ദൂത. ദൈവദാസൻ വായിച്ച വചനം യെശയ്യാവിന്റെ 27-ാം വാക്യം എന്താണ് പറയുന്നത്? നിരന്തരമായി നനയ്ക്കുക. അവിടെ ഒരു വചനം അങ്ങനെയാണ്, നിരന്തരമായി. ആ വാക്ക് എനിക്ക് നല്ലൊരു ഓർമ്മ വരുന്നില്ല. ആ വാക്ക് എന്തോ പാസ്റ്ററേ? അനുദിന. ആ വാക്യം ഒന്ന് വായിക്കാം. ദൈവദാസൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ് യെശയ്യാ പ്രവചനം 27-ാം വാക്യം വായിച്ചേ. തൽക്ഷണമോ അങ്ങനെ ഒരു വാക്കാണ്. ക്ഷണം പ്രതി. അപ്പോൾ ക്ഷണം പ്രതി നനയ്ക്കുക. നമ്മൾ വെള്ളത്തെ നനയ്ക്കുക എന്ന് പറഞ്ഞാൽ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. വെള്ളത്തെ താരതമ്യപ്പെടുന്നത് ഏത് ഭാഗമാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ
നിരന്തരമായി ക്ഷണം പ്രതി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നനവ് നമ്മുടെ മനസാക്ഷിക്കകത്ത് വേണം. അതില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കുക വേണം. അപ്പോൾ രണ്ടാമത്തെ ഭാഗം അതാണ്. അതിനകത്ത് ലാസ്റ്റ് പറഞ്ഞ ഭാഗത്തിലേക്ക് ഞാൻ വന്ന ശേഷം എൻ്റെ ഇന്നത്തെ ആ ഒരു മെസ്സേജിൽ കയറുവാൻ ഞാൻ ആഗ്രഹിക്കും. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? നമ്മൾ പറഞ്ഞൊരു ഭാഗമുണ്ട്. പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ നമുക്ക് വായിക്കണം, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? യേശു കർത്താവ് ഒരിക്കൽ അല്ലെ അവിടെയുള്ള എല്ലാ ശിഷ്യന്മാരോട് പത്രോസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ പറ്റി ആരാണ് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ചാടി പറഞ്ഞു, ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പത്രോസിനോട് പറഞ്ഞത്? ഇത് ലോക മനുഷ്യനോ ലോക ആത്മാവല്ല നിന്നെ വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ ദൈവമത്രേ നിന്നെ വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ സ്വർഗീയമായ ആത്മീക അനുഭവന്റെ ഉള്ളിൽ വന്നു. പക്ഷേ ഒരല്പം കഴിഞ്ഞപ്പോൾ കർത്താവ് മരിക്കുമെന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസ് എന്താ പറഞ്ഞേ? പറ്റത്തില്ല കർത്താവേ. അവിടെ എവിടെയാ പോയെ? നേരത്തെ ഉണ്ട് വെളിപ്പാട് അവിടെ പോയി, അവിടെ പറയുന്നു നീ മരിക്കാൻ പാടില്ല. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ പത്രോസിനോട്? നീ ദൈവത്തിന്റെ മഹത്വം ദൈവം അത്രേ നിന്നോട് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ അതേ പത്രോസിനോട് പറഞ്ഞു എന്തുവാ? പിശാചേ, നീ എന്നെ വിട്ടു പോ. അപ്പോൾ ഓർക്കണം, ഒരു സ്വഭാവം അവിടെ വെളിപ്പെട്ടു. അതിന് കാരണം എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത അവർ അനുഭവിക്കാത്തത് കൊണ്ടാണ്. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരണം. നമ്മൾ അടുത്ത ഭാഗം എന്താണ് നമ്മൾ വായിച്ചത്? മത്തായി സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ 4-ാമത്തെ സ്തോത്രം നമ്മൾ വേദഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചതാണ്. അവസാനം യേശു കർത്താവിൻ്റെ ഗെഥസമന തോട്ടത്തിലുള്ള പ്രാർത്ഥനാ ഘട്ടത്തിൽ എന്താണ് ചെയ്തത്? പത്രോസിനോട് പറഞ്ഞു, ഹല്ലേലൂയ, പത്രോസേ എന്ത് ചെയ്യണം? നിങ്ങളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. യേശു പിൻവാങ്ങി എന്ത് ചെയ്തു? അപ്പുറത്തേക്ക് പോയി ഏറ്റവും അധികം സ്നേഹത്തോടെ നിൽക്കുന്ന ശിഷ്യന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അല്പം കഴിഞ്ഞ് പിന്നെയും തിരികെ വരുമ്പോൾ അവരെന്ത് ചെയ്യായിരുന്നു? ഉറങ്ങുകയായിരുന്നു. അപ്പം എന്താ കർത്താവ് പറഞ്ഞത്? നിങ്ങളുടെ ആത്മാവ് എന്താണ്? ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞാൽ അവിടെ യേശു കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്. ജഡത്തെ ബലഹീനമാക്കുന്ന ഒരു അനുഭവം നിന്നെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ പ്രാർത്ഥനയ്ക്ക് കയറി വരണം. ഞാൻ ദൈവവചന പ്രകാരം ഞാൻ പറഞ്ഞു വന്ന ഭാഗം എന്ന് പറയുന്നത് ബലഹീനതയെ തികഞ്ഞു വരുന്ന എന്തുവാ? ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ബലഹീനതയെ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തിക്കാൻ നാം എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. അവിടെ കർത്താവ് പറഞ്ഞത് അതിനെന്തുവാ പറ്റിയേ? അല്പം കൂടെ കഴിഞ്ഞു, പിന്നെ ഉറങ്ങി. അവസാനം എന്ത് ചെയ്തു? അല്ലെങ്കിൽ പടയാളികൾ പലതും എന്ത് ചെയ്തു? അവനെ പിടിച്ചപ്പോൾ എന്ത് ചെയ്തു? അവന്റെ സ്വഭാവം എടുത്തു. എന്താ എടുത്തത്? വാളെടുത്ത് അവൻ വെട്ടി. മനസ്സിലായോ? ജഡ സ്വഭാവം വെളിപ്പെട്ടു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ കഴിയാതെ ബലഹീനതയെ തികഞ്ഞു വരുന്ന പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയ്ക്കായി പ്രാർത്ഥിക്കാത്ത ഏതു വ്യക്തിക്കും ബലഹീനതയിൽ ഹല്ലേലൂയ തികഞ്ഞു വരുന്ന ദൈവസ്നേഹം വെളിപ്പെടുവാൻ കഴിയാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ജഡം വെളിപ്പെടും. അവൻ ജഡത്തിൽ വെളിപ്പെടേണ്ടവനല്ല. സ്നേഹിക്കുവാനും ശത്രുക്കളെ സ്നേഹിക്കുവാനും ഒക്കെ പഠിപ്പിച്ച യേശുനാഥന്റെ കൂടെ നിന്ന് എന്ത് ചെയ്തു? അവൻ വാളെടുത്തു വെട്ടി. അതാ തലേ ദിവസം കർത്താവ് പറഞ്ഞേ, ആത്മാവ് ഒരുക്കമുള്ള നിന്റെ ആത്മാവ് എന്നോട് ചേർന്നിരിക്കുക, പക്ഷെ നിന്റെ ജഡം ബലഹീനമാണ്. ആ ജഡ ബലഹീനതയെ തികഞ്ഞു വരുന്ന ദൈവ സാന്നിധ്യത്തിനാണ് നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. നാഥ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനായി എന്നെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, നിരന്തരമായി ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മ പറയുന്നു, വ്യക്തിപരമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കർത്താവെ, എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കർത്താവെ പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ സ്തോത്രം സ്ഥാപിതമാകുവാൻ, പരിശുദ്ധാത്മാവിന് നിലനിൽക്കുവാൻ, ഈ ബലഹീനത തികഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാതിരിക്കാൻ തടസ്സമായി ഒരു സ്വഭാവവും എൻ്റെ മേൽ
മേൽ കയറരുതേ എന്നുള്ള പ്രാർത്ഥന ദൈവം ആഗ്രഹിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയാപ്പാ, എന്നെ ഒന്ന് കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ എന്നെ ഒന്ന് ഉപയോഗിക്കണമേ. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും, അപ്പാ എന്നെ നീ ഒന്ന് ഉപയോഗിക്കണമേ. അപ്പാ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ പറ്റും, കർത്താവേ ഞാൻ അറിഞ്ഞ ഈ കർത്താവിന് വേണ്ടി, ഞാൻ അറിഞ്ഞ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ മാത്രമല്ല കർത്താവേ, ഒരു കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ കർത്താവിനെ ഉപയോഗിക്കും. കുശവന്റെ കയ്യിലെ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. എല്ലാവർക്കും ചേർന്ന് പറയാമോ? കുശവന്റെ കൈ കളിമണ്ണു ഞാൻ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. ഓമനഞ്ഞിടേണമേ വാർത്തെടുക്കണേ. ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ ഓമനഞ്ഞിടേണമേ വാർത്തെടുക്കണേ. ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കർത്താവേ കുശവന്റെ കയ്യിലെ കളിമണ്ണെന്ന പോലെ എന്നെ നീ ഉപയോഗിക്കണം. ആ പ്രാർത്ഥനയോടെ ദൈവസേന ആയിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിലേക്ക് ഞാൻ കയറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള വിഷയം നമുക്കറിയാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ആഴമായി പഠിക്കണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ച ഇൻട്രഡക്ഷൻ പോയിന്റാണ്. നമ്മളടുത്ത് യഥാർത്ഥ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ദൈവസഭകളിൽ നിന്നുള്ള വിഷയമാണ്. അല്ലെ അല്പം നേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. നമുക്ക് ഇതിനെപ്പറ്റി ആഴമായി തിരിച്ചറിയണമെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തന രീതി മനസ്സിലാക്കണം. എപ്പോഴാണ് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അല്ലെങ്കിൽ സ്തോത്രം ജീവിച്ചിരുന്നപ്പോൾ 30-ാമത്തെ വയസ്സിലാണ് ശുശ്രൂഷയ്ക്കിറങ്ങിയത്. ശ്രദ്ധയോടെ കേൾക്കണം. എത്രാമത്തെ വയസ്സിലാ? 30-ാമത്തെ വയസ്സിൽ. അപ്പോൾ 30-ാമത്തെ വയസ്സ് വരെ കർത്താവ് എവിടെയായിരുന്നു? 12-ാമത്തെ വയസ്സും 30 വയസ്സ് വരെ എവിടെയായിരുന്നു? ഞാൻ ഒറ്റ കാര്യം പറയാം. ഏകദേശം 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കായി ഏകദേശം 30 വർഷം ദൈവത്തോട് ചേർന്ന് നടന്നു. ഒരു വലിയൊരു ദൂത സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, 3.5 വർഷത്തെ ദൈവത്തിൻ്റെ പൂർത്തീകരണത്തിന്, ദൈവത്തെ ശുശ്രൂഷയ്ക്കായി ഇത്രയും വർഷം കർത്താവിനോട് ചേർന്ന് നടന്നു. പലരുടെയും കണ്ണിൽപ്പെടാതെ മാറി നിന്ന് ഒതുക്കപ്പെട്ടവനായി യേശു കർത്താവ് പലയിടങ്ങളിൽ മാറി മാറി ദൈവസന്നിധി സ്വർഗീയമായ അനുഭവങ്ങൾ പ്രാപിച്ച് ദൈവികമായ പ്രവൃത്തികൾക്കായി തന്നെ തന്നെ മാറ്റി നിർത്തി ഒരു 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 അല്ലെങ്കിൽ സ്തോത്രം ഒരു സൈലന്റ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്തിനാണെന്നറിയാമോ? 3.5 വർഷത്തെ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാനാണ്. അങ്ങ് പകൽക്കാലം ഞാനൊരു കാര്യം, ജീവിതത്തിൽ ചില സൈലന്റുകൾ അനുഭവിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞ അതേ വചനം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ചില പ്രതികൂലങ്ങളുടെ ചില സൈലന്റുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ അത് വെറുതെയല്ല, വലിയൊരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സൈലന്റുകൾ ജീവിതത്തിൽ കടന്നു വരുന്നത് ഒരു സാധാരണ കാര്യത്തിന് വേണ്ടിയല്ല. നമ്മൾ ദൈവസന്നിധി താഴ്ന്നങ്ങിരുന്നോണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ നിരന്തരമായി ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച് പല തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന പല തലമുറകളും ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്നു. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹമില്ല. ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെയുള്ള ചില സൈലന്റുകൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധമുള്ള ഒറ്റ കാര്യം, ദൈവസനി പ്രാർത്ഥനയോടെ ഇരിക്ക്. ദൈവസനി മാറിയൊന്ന് നിൽക്ക്, വേറിട്ടൊന്ന് നിൽക്ക്. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി ചെയ്തെടുക്കുവാനുണ്ട്. പകൽക്കാലം തളരരുത്, പതറരുത്. 3.5 വർഷത്തെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി 30 വർഷം മാറിയുന്ന യേശുനാഥൻ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധൻ പറയുന്നു, ജീവിതത്തിൽ നിരന്തരമായി ദൈവത്തോട് നിലവിളിച്ചിട്ടും ചില പ്രാർത്ഥനകൾക്ക് മറുപടി കാണാതെ, ചില വേർപാടുകളെ പോലെ, ചില മാറ്റങ്ങളെ പോലെ, ഒതുക്കപ്പെട്ടവനെ പോലെ, അസമാധാനം അനുഭവിക്കുന്നത് പോലെ ജീവിതത്തിന്റെ ചില വേദനയുടെ കടന്നു പോകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, ഇത് വേദനിക്കുവാനുള്ള സമയമല്ല, കരയുവാനുള്ള സമയമല്ല. ദൈവസന്നിധി വേറിട്ട് നിന്ന് ദൈവസന്നിധി ഇരിക്കുവാനുള്ള ഒരു സമയമാണ് പരിശുദ്ധാത്മ ആലോചന പറയുമ്പോൾ നമ്മൾ കലമേറ്റെടുക്കാൻ പറ്റും. കർത്താവേ, ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മാറും. ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില വിഷയത്തിൽ നിന്ന് കർത്താവ് ചില പ്രവൃത്തികൾ ചെയ്യും. നിശ്ചയമായി നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു
30 വർഷത്തിന് ശേഷം ആദ്യമായി എഴുന്നേറ്റ് സഭയിൽ നിൽക്കുന്ന ഒരു ചരിത്രം നമുക്കറിയാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം. ലൂക്കോസ് വിശേഷം 4-ാം അധ്യായം 16-ാം വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ. അവൻ വളർന്ന് നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിക്കുവാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. 16-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെ യേശു കർത്താവ് സഭയിൽ എഴുന്നേറ്റ് നിന്ന് ദൈവവചനം വായിക്കുവാൻ തിരുവെഴുത്ത് വായിച്ചപ്പോൾ പറഞ്ഞ ഭാഗം എന്താണ്? ഇവിടെ യെശയ്യാ പ്രവാചകന്റെ ഒരു വചനം എടുത്തിട്ട് പറയാണ്, യഹോവയുടെ ആത്മാവ് എന്തുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. ഇതാണ് നമ്മുടെ വിഷയം. യേശു കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പേ സഭയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ വചനം എഴുന്നേറ്റ് നിവർത്തി വെച്ച് വായിച്ച ആദ്യ ഭാഗം എന്ന് പറയുന്നത് യഹോവയുടെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഭാഗമാണ്. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്ത് ചെയ്തു? യേശുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നതിന് മുൻപേ യഹോവയുടെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്ന ഭാഗം ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മൾ പോകണം. ഇതിന് നൂല് പിടിച്ചു പോകണം. ഇതെവിടെ യഹോവയുടെ ആത്മാവിൻ്റെ പ്രവൃത്തി? യെശയ്യാ പ്രവചനത്തിൽ പല ഭാഗങ്ങൾ പറയുന്നുവെങ്കിലും കർത്താവിനെ പറ്റി പറയുന്ന യഹോവയുടെ ആത്മാവിൻ്റെ പ്രവൃത്തിയെ പറ്റി പറയുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 11-ാം അധ്യായത്തിൽ നമുക്ക് കടന്നു വരാം. യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിൽ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്താണ് യഹോവയുടെ ആത്മാവ്? അതിൻ്റെ പ്രവൃത്തി എന്താണ്? യഹോവയുടെ ആത്മാവിൻ്റെ വിവിധമായ ഘട്ടങ്ങൾ എന്താണെന്ന് വ്യക്തമായി പറയുന്നു. വായിച്ചേ. എന്നാൽ യിശായിയുടെ കുറ്റിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ളൊരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ഒന്ന്, യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ട്. രണ്ടാമത്തെ ആ പ്രത്യേകത ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്. രണ്ടാമത്തെ ഭാഗം, ഒന്ന് യഹോവയുടെ ആത്മാവ്, രണ്ട് ജ്ഞാനത്തിന്റെ ആത്മാവ്. അപ്പോൾ ഞാൻ ശ്രദ്ധയോടെ കേൾക്കണം. യഹോവയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളത് എന്തുവാ? ശക്തി മാത്രമാണ് അല്ലേ, ബലം മാത്രമാണ് അല്ലേ, ബലം, ശക്തി. പക്ഷെ അത് മാത്രമല്ല കേട്ടോ പരിശുദ്ധാത്മാവ്. ഈ എന്തിനായി പഠിപ്പിക്കുന്നതിന് കാരണം മനസ്സിലായോ? പരിശുദ്ധാത്മാവിനെ ചില അല്ലെങ്കിൽ സ്തോത്രം ചില പ്രത്യേകമായി ബൗണ്ടറി ഇട്ട് ഹൃദയത്തിനകത്ത് ഒതുക്കി ഇന്ന് പകൽക്കാലം പൊട്ടണം. യഹോവയുടെ ആത്മാവ് ശക്തിയുടെ മാത്രമല്ല, പവർ എന്ന് പറയുന്നത് മാത്രമല്ല. നമുക്ക് വേറെ ചില ദൈവത്തിൻ്റെ ആത്മാക്കളുണ്ട്. 7 ആത്മാക്കൾ നിറയുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത. അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ 7 ആത്മാക്കൾ, ഒന്ന് യഹോവയുടെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോർഡ്. രണ്ടാമത്തത് ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ ആത്മാവ്. മൂന്നാമത്തെ എന്താണ്? ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. അതിനു മുമ്പേ വിവേകത്തിന്റെ, ജ്ഞാനത്തിന്റെ അടുത്തെന്തുവാണ്? വിവേകത്തിന്റെ. അതിന്റെ അർത്ഥം എന്താ? the power of understanding. ഹല്ലേലൂയ. അടുത്ത ഭാഗം എന്താണ്? ആലോചനയുടെ ആത്മാവ്, പവർ ഓഫ് സ്തോത്ര കൗൺസിൽ എന്ന് പറഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ. അടുത്ത ഭാഗം എന്താണ്? പരിജ്ഞാനത്തിന്റെ യഹോവയുടെ ആത്മാവ് തന്നെ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം 7 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ദ സ്പിരിറ്റ് ഓഫ് ലോർഡ്. എല്ലാവരും പഠിക്കണം. യഹോവയുടെ ആത്മാവ് നമ്മുടെ ഉള്ളെന്ന് പറയുമ്പോൾ എത്ര ആത്മാവ് വരണം നമ്മുടെ ഉള്ളിൽ? 7 ആത്മാവിന്റെ പ്രവൃത്തി വരണം. യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ടെന്ന് യേശു കർത്താവ് പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് 30 വർഷം കഴിഞ്ഞിട്ട്, ദൈവത്തോട് ചേർന്ന് നടന്ന് 30 വർഷം കഴിഞ്ഞിട്ട് അവനെടുത്ത് തിരുവചനം വായിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു ഭാഗം, യഹോവയുടെ ആത്മാവ് എൻ്റെ മേലുണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ആഴം മനസ്സിലായിക്കൊള്ളണം. യഹോവയുടെ ആത്മാവ് ശക്തിയുടെ മാത്രമല്ല, ഇവിടെ 7 തലത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ പറ്റി പറയുന്നു. ഒന്ന്, യഹോവയുടെ ആത്മാവ് അവന്റെ മേലുണ്ടായിരുന്നു, ദ സ്പിരിറ്റ് ഓഫ് ലോർഡ്. രണ്ടാമത്തത്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ഹല്ലേലൂയ, ജ്ഞാനത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം.
മൂന്നാമത്തെ എന്താണ്? ദ സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വിവേകത്തിന്റെ ആത്മാവ്. നാലാമത്തെ ഭാഗം ഹല്ലേലൂയ സ്തോത്രം, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവ്. അഞ്ചാമത്തെ ഭാഗം ദ സ്പിരിറ്റ് ഓഫ് മൈറ്റ്, ദൈവത്തിന്റെ ശക്തിയുടെ ആത്മാവ്. ആറാമത്തേത് ദ സ്പിരിറ്റ് ഓഫ് നോളജ്, ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അല്ലെ അറിവിന്റെ ശക്തി, അറിവിന്റെ ഒരാത്മാവ്. അത് മാത്രമല്ല ഹല്ലേലൂയ സ്തോത്രം ദ സ്പിരിറ്റ് ഓഫ് ഫിയർ ഓഫ് ഗോഡ്, യഹോവയുടെ ഭക്തിയുടെ ആത്മാവ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം സഭയോട് പറയുന്ന, ഈ ദൈവവചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോട് പരിശുദ്ധൻ പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത വരുമ്പോൾ നിങ്ങളുടെ മേൽ ശക്തിയുടെ ആത്മാവ് മാത്രമല്ല, ഒരു അന്യഭാഷയുടെ ആത്മാവ് മാത്രമല്ല, ഈ 7 ആത്മാവും നിങ്ങളുടെ ഉള്ളിനകത്ത് ഇൻസ്റ്റാൾ ആയിരിക്കണം. ഇന്ന് പകൽക്കാലം ദൈവസഭ പറയണം, കർത്താവേ എൻ്റെ മേൽ ഈ ഒരു പരിപൂർണത എൻ്റെ മേൽ വരണമേ. ഈ പരിപൂർണത നമ്മുടെ മേൽ അനുഭവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നത്. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ചില വിഷയങ്ങൾ വരുമ്പോൾ, എത്ര തന്നെ ദൈവത്തിന്റെ പ്രവർത്തികൾ കണ്ടാലും ചില വിഷയങ്ങൾ വരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിന്ന് വിട്ടുപോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, ദൈവത്തിന് ഒരടി വിട്ടുമാറാൻ നാം അനുവദിക്കരുത്. നമ്മുടെ സാഹചര്യം നമ്മെ അനുവദിക്കരുത്. അതാ ശദ്രക മേശ അബേദ്നെഗോ പറഞ്ഞത്, എന്നെ ഈ എരിയുന്ന തീച്ചൂളയിൽ നിന്നും എന്നെ വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. പക്ഷേ അതെന്റെ വിശ്വാസത്തിന്റെ പ്രമാണത്തിൽ നിന്നും ഒരടി മാറാത്ത ഒരു വിശ്വാസം എൻ്റെ മനസാക്ഷിക്കകത്തുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ വിടുവിച്ചാലും ഇല്ലേലും എൻ്റെ ദൈവത്തെ വിട്ട് ഒരടി മാറത്തില്ല. ഇതാ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വിശ്വാസം വരണമെങ്കിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ 7 ആത്മാവിനെ കൊണ്ട് നിറയണം. ഹല്ലേലൂയ. ഇന്ന് മക്കൾക്ക് ആഗ്രഹിക്കാൻ പറ്റും, കർത്താവേ എൻ്റെ മേൽ ഈ 7 ആത്മാവും വ്യാപരിക്കണം. എത്ര പേർക്ക് പറയുവാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സഹോദരി ഹല്ലേലൂയ സ്തോത്രം തൻ്റെ ഹല്ലേലൂയ സ്തോത്രം അപകട മുഖാന്തരം ഒരു ഹല്ലേലൂയ സ്തോത്രം 2 കാലുകൾ ഹല്ലേലൂയ അപകട മുഖാന്തരം നഷ്ടപ്പെടുവാനിടയായി തീർന്നു. സഹോദരി നല്ല ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു, നല്ലൊരു പ്രവചന ശുശ്രൂഷയുള്ള മാതാവായിരുന്നു. ആ 2 കാലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഹല്ലേലൂയ ഏറെ നാളുകൾ ഐസിയുക്കകത്തായിരുന്നു. അത് കഴിഞ്ഞ് ഭവനത്തിനകത്ത് വന്നപ്പോൾ തൻ്റെ സഹോദരിമയുള്ള ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കാൻ തുടങ്ങി. തനിക്ക് മനസ്സിലായി, എന്നെ 2 കാലുകൾ ഉള്ളപ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തിയതുപോലെ എന്നെ 2 കാലുകളും ഇല്ലാത്തപ്പോഴും എന്നെ ബലപ്പെടുത്തുന്ന ഒരു ആത്മാവുണ്ട്. എൻ്റെ ഭർത്താവ് പലപ്പോഴും ഹല്ലേലൂയ മാറി നിന്ന് ചിന്തിക്കുന്ന പല സാഹചര്യമുണ്ട്. എൻ്റെ മക്കൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, എന്നെ ഓർത്തൊരു ഭാരവര മനസ്സിനകത്തുണ്ട്. കാരണം അവരുടെ മരണം വരെ ഈ 2 കാലില്ലാത്ത മാതാവിനെ ചുമക്കണമെന്നുള്ള ഭാരം തൻ്റെ മക്കൾക്ക് പോലും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആ പ്രിയപ്പെട്ട മാതാവ് ദൈവസന്നിധി മുഴങ്കാൽ ഹല്ലേലൂയ തൻ്റെ മേൽ ഉണ്ടായിരുന്ന ആ കാലുകൾ ഉപയോഗിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. കർത്താവേ, ഈ റൂമിനകത്ത് ആരുമില്ല, എൻ്റെ കൂടെയുള്ള പലർക്കും ചിലപ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു പരിധി കഴിയുമ്പോൾ എന്നെ മാറി നിന്ന് ഹല്ലേലൂയ എന്നോട് സഹകരിക്കുവാൻ പ്രാർത്ഥിക്കുവാൻ വന്നവർ പോലും ആരും പ്രാർത്ഥിക്കാൻ വരുന്നില്ല. കാരണം പരാജയപ്പെട്ടവന്റെ മുമ്പിൽ എന്തു പ്രാർത്ഥനയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ലോകം പറയുന്നു അവൻ പരാജയപ്പെട്ടവളാ, സാഹചര്യം പറയുന്നു പരാജയപ്പെട്ടവളാ. സ്വന്തം മക്കൾ തങ്ങളോട് ചോദിച്ചു, നീ ദൈവത്തിനു വേണ്ടി ഇത്രയും നാൾ ദൈവത്തെ സ്തുതിച്ചിട്ട് എന്തേ ഇങ്ങനെ പറ്റിയേ? എന്താ കാരണമെന്നറിയാമോ? കുറച്ചുകൂടെ വയസ്സാകുമ്പോൾ തന്നെ ഏറിക്കൊണ്ട് ഭാരം ചുമക്കുന്ന മക്കളുടെ ഉള്ളിന്റെ അവസ്ഥയാ ചോദിക്കുന്നേ. ഈ ലോകം അങ്ങനെയാ. പക്ഷെ അതിനകത്ത് താൻ എന്തു ചെയ്യണമെന്നറിയത്തില്ല. സാധാ മനുഷ്യനാണെങ്കിൽ ആത്മഹത്യക്ക് ശ്രമിച്ചേന്നെ. പക്ഷെ ആ സഹോദരി ആത്മഹത്യക്ക് ശ്രമിക്കാതെ ദൈവസന്നിധിയിൽ കർത്താവേ അങ്ങനോട് സംസാരിക്കണമേ, എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമേ, യഹോവയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം വെളിപ്പെടണമേ. തൻ്റെ മേൽ പകർന്ന ഒരു വിവേകത്തിൻ്റെ ഒരു ആത്മാവുണ്ടായിരുന്നു, ജ്ഞാനത്തിൻ്റെ ഒരു ആത്മാവുണ്ടായിരുന്നു. തൻ്റെ മേൽ പ്രത്യേകമായ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യം തൻ്റെ മേൽ പകർന്ന് അവൾ ശക്തിയുള്ളവളായി അവൾ എഴുന്നേറ്റ് തൻ്റെ കഴിവ് ഉപയോഗിച്ച് ദിവസങ്ങൾക്കകം പുറത്തു വന്ന് തൻ്റെ കഴിഞ്ഞ നാളുകളിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചതുപോലെ താൻ അവിടെ ആരംഭിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി. തൻ്റെ പല ശുശ്രൂഷകൾ അവസാനിച്ചുവെന്ന് ലോകം മുഴുവൻ പറയുമ്പോഴും അവൾ അതിൽ വിശ്വസിക്കാൻ തയ്യാറായില്ല.
അങ്ങനെ ഒരു മനസ്സിന് തയ്യാറാകാതെ ദൈവസന്നി പ്രാർത്ഥനയോടെ നിന്ന ആ ചില ദിനരാത്രങ്ങൾ, ചില ദിവസങ്ങൾ റൂമിനകത്തിരുന്ന് ആരും അറിയാതെ ദൈവത്തോട് നിലവിളിച്ചത് ഫലമായി ആ ദൈവത്തിന്റെ ശക്തി കഴിഞ്ഞ നാളുകൾ വെളിപ്പെട്ടതിനേക്കാളും ഒരഭിഷേകം തന്റെ മേൽ പകരുവാനിടയായി തീർന്നു. ആ റൂമിനകത്ത് പലപ്പോഴും തന്റെ കൂടെയുള്ള പലരും അതിനകത്ത് വരുവാൻ അല്ലെങ്കിൽ പലപ്പോഴും ഭാരപ്പെട്ടപ്പോൾ, പലപ്പോഴും മനസ്സില്ലാതിരുന്നപ്പോൾ എൻ്റെ കർത്താവ് ഒരു രാത്രി അതിനകത്ത് ഇറങ്ങുവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഹല്ലേലൂയ, പലപ്പോഴും ഞാൻ ദൈവത്തോട് നിലവിളിക്കുന്ന പല വിഷയങ്ങൾ മനുഷ്യരോട് പറഞ്ഞാൽ ചിലപ്പോൾ പരിഹാസം പോലെ കേൾക്കുന്ന പല വിഷയങ്ങൾ കാണുമായിരിക്കാം. നിരന്തരമായ ആ വിഷയം പറയുമ്പോൾ പലപ്പോഴും അപഹസിക്കുന്ന അനുഭവം ഉണ്ടായിരിക്കാം. എന്നാൽ അന്ന് രാത്രി ആ റൂമിനകത്ത് ദൈവ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞ് അന്നുവരെ അനുഭവിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം തൻ്റെ മേൽ അനുഭവിക്കുവാനിടയായി തീർന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഹല്ലേലൂയ, അവർ ഹല്ലേലൂയ സ്തോത്രം, തൻ്റെ മുമ്പിൽ തൻ്റെ രോഗം അന്വേഷിച്ചു വരുന്ന അനേകം പേരുടെ രോഗങ്ങൾ സൗഖ്യമാകുവാൻ ആരംഭിച്ചു. അനേകം ദൈവദാസന്മാർ ഉൾപ്പെടെ ഹല്ലേലൂയ അവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവരിൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യത്തിന് പകരമായുള്ള ഏതെങ്കിലും ആത്മാവുണ്ടെങ്കിൽ അത് ഭൂതങ്ങളായി വെളിപ്പെട്ടു തുടങ്ങി. വിശ്വാസികൾ അതിനൊക്കെ ദൈവ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങി. ആ വീട്ടിനകത്ത് വരുന്ന ആരൊക്കെയാണോ പ്രത്യേകം ഒരു അഭിഷേകത്താൽ നിറയുവാനിടയായി തീർന്നു. ഇത് ഹല്ലേലൂയ ആന്ധ്രയിലുള്ളതായ നഗരി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതായ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം സഹോദരിയുടെ അനുഭവം എന്നാണെന്നറിയാമോ? ആ സഹോദരി ഒരൊറ്റ മരണ വീട്ടിൽ പോയിട്ടില്ല. ഏത് മരണ വീട്ടിൽ പോയാലും അവർ ഉയർത്തെഴുന്നേൽക്കുന്ന അനുഭവമായിരുന്നു. സ്തോത്രം. അത്രയും അധികം ഹല്ലേലൂയ വലിയൊരു ആത്മാവിന്റെ ശുശ്രൂഷയോടെ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം സാഹചര്യത്തെ നോക്കി, ഇന്ന് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ ഓർത്തുകൊണ്ട് ഭാരപ്പെടേണ്ട. ഇന്ന് അനുഭവിക്കുന്ന കുടുംബ ജീവിതത്തെ ഓർത്ത് ഭാരപ്പെടേണ്ട. ചില ഹല്ലേലൂയ മാറ്റങ്ങൾ, ചില വേർപാടുകൾ, ചില ഒതുക്കങ്ങൾ, ചില നിരാശകൾ, ചില അസമാധാനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഓർക്കണം. എന്നും ഇത് നിലനിൽക്കുന്നതല്ല. എന്ത് ചെയ്യും? ദൈവം മാറ്റം സംഭവിക്കുവാനിടയായി. ഇവിടെ പറയുന്നൊരു ഭാഗം, ഈ 7 അനുഭവങ്ങൾ തൻ്റെ മേൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മൾ പലപ്പോഴും ഈ ആത്മാവിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ഒരു ശക്തിയുടെ മാത്രമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഇതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ശക്തിയുടെ മാത്രമല്ല, 7 ആത്മാവിൻ്റെ വ്യാപാരം തങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ ഇവിടെ ഇത് മാത്രമല്ല, ഒരു അഭിഷേകത്തിന് 7 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സഭയ്ക്ക് നമ്മുടെ ബൈബിളിൽ പഠിച്ചു നോക്കുമ്പോൾ 7 എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. അങ്ങനെയാണെങ്കിൽ 7 എന്ന് പറയുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം. പുതിയ നിയമത്തിൽ അല്ലെ യോഹന്നാന് ദൈവം എന്ത് ചെയ്തു? വെളിപ്പെട്ടു. യോഹന്നാൻ വെളിപ്പെട്ടോ? അല്ലെങ്കിൽ പത്മോസിൻ്റെ ദ്വീപിനകത്ത് ദൈവം വെളിപ്പെട്ടൊരു ഭാഗമുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. അല്ലെങ്കിൽ സ്തോത്ര വെളിപ്പാട് പുസ്തകം 1-ാമത്തെ 14 മുതൽ വന്ന് വായിച്ചു നോക്കാം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ എന്ന വിഷയത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ യഹോവയുടെ ഒരു പ്രത്യക്ഷത കാണാൻ സാധിക്കുന്നു. അതിൽ 7 വിധത്തിലുള്ള പ്രത്യേകതകൾ കാണാൻ സാധിക്കുന്നു. വായിച്ചു നോക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച് കിട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. യഹോവയെ കണ്ടൊരു ഭാഗമാണ് അടുത്ത ഭാഗങ്ങൾ. അവന്റെ തലയും തലമുടിയും. ഒന്ന്, അവന്റെ തലമുടി. 7 ഭാഗങ്ങളെ കാണിക്കുന്നത്, 7 അവസ്ഥകളെ കാണിക്കുന്നത്. എന്തുവാ? ഭക്തി. 1-ാമത്തെ ഭാഗം യഹോവ ഭക്തിയുടെ ആത്മാവാ. ഇവിടെ പറയുന്നു അവന്റെ തലമുടി. 2-ാമത്തെ ഭാഗം വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാല. 2, തന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു മനുഷ്യന്റെ കണ്ണ് അവരുടെ നിരാശാജനകമായ ഒരു കാര്യത്തിലേക്ക് നോക്കുമ്പോൾ, ഒരു അലിവിൻ്റെ മാത്രമായി നിൽക്കുമ്പോൾ, യഹോവയുടെ കണ്ണെന്ന് പറയുന്നത് വിവേകത്തോടുകൂടെ അവരെന്ത് ചെയ്യും? ദൈവം കാണുവാനിടയിൽ. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് വിവേകത്തോടെയുള്ള ഒരു കണ്ണുകൾ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗം, തൻ്റെ കാൽ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും. അടുത്ത 3-ാമത്തെ ഭാഗം, 1 തലമുടി, 2 കണ്ണുകൾ, 3-ാമത്തെ തൻ്റെ
കാലുകൾ, മൂന്നാമത്തെ ഭാഗം തൻ്റെ കാലുകൾ എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ കാണുന്നത് നമ്മൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലും ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയായി തീരും. ഇവിടെ അതാ പറയുന്നേ, തൻ്റെ കാലുകൾക്ക് പോലൊരു മാറ്റം. അടുത്ത ഭാഗം അവന്റെ ശബ്ദം, നാലാമത്തത് അവന്റെ ശബ്ദം, അഞ്ചാമത്തത് അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായിൽ തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. അപ്പൊ ഇവിടെ 7 ഭാഗങ്ങളാണ്. ഒന്ന്, തന്റെ തലമുടി, യഹോവ ഭക്തി തന്റെ മേലുണ്ടായിരുന്നു. രണ്ടാമത്തത് തന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കണ്ണ് സാധാരണ കണ്ണായി നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിലുള്ള കണ്ണുകൾ വിവേകത്തിന്റെ കണ്ണുകളാണ്. വിവേചന ആത്മാവോടുകൂടെ ജീവിക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. തൻ്റെ കണ്ണുകൾ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോഴോ നമ്മുടെ കണ്ണുകളും അങ്ങനെയാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ ഭാഗം തൻ്റെ കാലുകൾ എന്ന് പറയുന്ന തൻ്റെ നടപ്പ്. ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നാൽ നമ്മുടെ നടപ്പിൽ ഒരു മാറ്റമുണ്ടാകും. നടപ്പ് ദൈവ സാന്നിധ്യം വെളിപ്പെടുവാനിടയായിത്തീരും. അത് മാത്രമല്ല, അല്ലയോ സ്തോത്രം, തൻ്റെ ശബ്ദം. തൻ്റെ ശബ്ദത്തിന് ഒത്തിരി പ്രത്യേകത ഉണ്ട്. പത്രോസിനോട് പറയുന്നേ, നീ എന്ത് ചെയ്യണം? വല അവിടേക്കൊന്ന് ഇട്ടേക്ക്. അല്ലെങ്കിൽ ഒരു അവിടെ പറഞ്ഞേ, പത്രോസിനോട് പറഞ്ഞേ, ആ ചൂണ്ടയെടുത്ത് സമുദ്രത്തിലേക്ക് ഇട്. എന്നിട്ട് എന്താ പറഞ്ഞത്? അതിനകത്തുനിന്ന് ഒരു മത്സ്യത്തെ നീ പിടിക്കും. അതിനകത്തൊരു നന്മ കാണും. ഇതാ അവൻ്റെ ശബ്ദം. നമ്മളാണെങ്കിലോ, നീ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇട്. ഇതാണ് സാധാരണ മനുഷ്യൻ്റെ ശബ്ദമാകുമ്പോൾ. ഇവിടെ എന്താ പറയുന്നത്? അവൻ്റെ ശബ്ദം എന്ന് പറയുന്നത്, അവൻ്റെ വായിൽ നിന്ന് സ്വരം എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമാണ്. അത് ആത്മാവിൽ വെളിപ്പെടുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്ത ഭാഗം പറയുന്നു, അവൻ്റെ വലത് കൈ. ഒരു കാര്യം ഓർക്കണം, കർത്താവിൻ്റെ വലം കൈക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്നറിയാമോ? അവൻ്റെ വലം കൈ വീര്യപ്രവർത്തികളുടെ ഹല്ലേലൂയ ഒരു കരമാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ വലം കൈകൾ ദൈവാത്മാവിൽ നിറയപ്പെടുവാനിടയായിത്തീരും. അത് മാത്രമല്ല, തൻ്റെ വായ് എന്താണ് പറയുന്നത്? തൻ്റെ വായ് എന്ന് പറയുന്നത് അത് ഹല്ലേലൂയ സ്തോത്രം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദത്താൽ നിറയപ്പെടുന്ന അധരാർപ്പണത്തിൽ നിൽക്കുന്ന ഒരു അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ പ്രത്യക്ഷത യോഹന്നാൻ കാണുമ്പോൾ ദൈവാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വായും അങ്ങനെ ഒരു അധികാരമുള്ള വായി തീരുവാൻ ദൈവം ആഗ്രഹിക്കും. അത് മാത്രമല്ല, തൻ്റെ രൂപം എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം അവസാന ഭാഗം തൻ്റെ രൂപം, തൻ്റെ ഐഡി. നമുക്കറിയാം തൻ്റെ മുഖം, നമ്മുടെ എല്ലാവരുടെ മുഖം എന്ന് പറയുന്നത് ഒരു ആധാർ കാർഡിലെടുത്ത് നോക്കിയ ഒരു മുഖമാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം എന്തോ? തൻ്റെ ഐഡിയ കാണിക്കുന്നത്, തൻ്റെ രൂപമാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, അവൻ്റെ മുഖം വളരെ പ്രസക്തമാണ്. അവൻ്റെ മുഖം വളരെ വ്യത്യസ്തമാണ്. അല്ലെ ദൈവം എന്താ പറയുന്നത്? അല്ലെ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരങ്ങൾ ഇറങ്ങിയാൽ, നമ്മുടെ മനസ്സിനകത്തിറങ്ങിയാൽ, ജീവനുള്ള ദേഹിയായി വെളിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങൾക്കകത്തും ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ വായികൾ വെറുതെയുള്ള വായായി തീരത്തില്ല. നമ്മുടെ കാഴ്ചകൾ വെറുതെയുള്ള കാഴ്ചകളായി തീരത്തില്ല. നമ്മുടെ മുഖം, നമ്മുടെ പ്രസൻസ്, നമ്മൾ പോകുന്ന ഇടങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും. അബ്രഹാമിന്റെ സകല നന്മകളാലും നമ്മെ നിറച്ചൊരു ദൈവമുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നൊരു ഭാഗമാണ്, ഏലിയാവ് കർമ്മേലിന്റെ മലമുകളുള്ളപ്പോൾ പലപ്പോഴും ആഹാബിന്റെ ശക്തികൾ തങ്ങളുടെ ദേവന്മാർക്ക് രക്തം കൊടുത്ത് ദൈവത്തെ പ്രസാദിക്കുമ്പോൾ സ്വർഗത്തും തീയിറങ്ങുന്ന അനുഭവമുള്ളവർ, അനുഭവ സമ്പത്തുള്ളവർ അവിടെ ഏലിയ ഉള്ളപ്പോഴും അതുപോലെ നിലവിളിച്ചു. രാവിലെ വൈകുന്നേരം വരെ നിലവിളിച്ചു. ദേവിക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. കാരണം എന്തെന്നറിയാമോ? ഒരു അഭിഷിക്തനായ ഏലിയാവിന്റെ പാദസ്പർശനം ആ കർമ്മേലിന്റെ മലമുള്ളോടത്തോളം കാലം ഒരു അന്യാഗ്നി വെളിപ്പെടെ സ്വർഗം അനുവദിച്ചില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കണം, കർത്താവേ എന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. കർത്താവേ, ദൈവഹിതമല്ലാത്ത ഒരു ശക്തിയും എൻ്റെ മേലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലോ, എൻ്റെ തലമുറകളുടെ മേലോ, എൻ്റെ ശരീരത്തിന്മേലോ വെളിപ്പെടുവാൻ അനുവദിക്കരുതേ. ഇന്ന് പകൽക്കാലം
നിങ്ങളുടെ ജീവിതത്തെ ഒതുക്കിക്കളയുവാൻ, നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒതുക്കിക്കളയുവാൻ, നിങ്ങളുടെ ശരീരങ്ങളെ ഒതുക്കിക്കളയുവാൻ, നിങ്ങളുടെ ജോലികളെ തകർത്ത് കളയുവാൻ, ജീവിത നിലവാരങ്ങളെ തകർത്ത് കളയുവാൻ ശത്രുവിടുന്ന ഏതു പദ്ധതിക്കകത്തും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, അവൻ നിന്നെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ നിന്നെ എന്തൊക്കെ ചെയ്യും? അവൻ നിന്നെ പരിശുദ്ധാത്മാവിനാലും തീയാലും നിന്നെ അഭിഷേകം ചെയ്യും. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? എന്താ? രണ്ടും ഒരു അഭിഷേകമല്ലേ? അതാ ശരിയാ. ഒന്ന്, പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടിയാണെങ്കിൽ എന്തിനാ തീ കൊണ്ട് നിന്നെ സ്നാനപ്പെടുത്തുന്ന അറിയാമോ? അത് ദൈവത്തിന്റെ മഹത്വം നിന്നെ വെളിപ്പെടാനാ. ഒന്നുകൂടെ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നിന്നെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ തീ എന്ന് പറയുന്നത് അനേകം പേരുടെ വിടുതലിനായി താങ്കളെ ഉപയോഗിക്കുവാനുള്ള തീയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തെ പരിശുദ്ധാത്മാവ് പറയുന്നു, നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മാത്രമല്ല, ഒരു തീ കൊണ്ട് നമ്മെ സ്ഥാനപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ ശക്തി ഇവിടെ പകർന്നിരിക്കുന്ന. കാരണം അനേകം പേർ നമ്മളിലൂടെ വിടുതൽ പ്രാപിക്കുവാനുണ്ട്. വിശ്വസിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മാത്രം പോരാ, ഒരു തീയുടെ വെളിപ്പാട് നമ്മുടെ മേൽ വരട്ടെ. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം എന്ന് പറയുന്നത് ഒരു സാധാരണ അഭിഷേകമല്ല. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഓർക്കണം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഈ രണ്ട് ഭാഗം വിട്ടുപോകരുത്. ഒന്ന്, കർത്താവ് അഭിഷേകം ചെയ്യുമ്പോൾ, കർത്താവ് നമുക്കൊരു അനോയിൻമെന്റ് തരുമ്പോൾ, ഒരു അഭിഷേകം നമ്മൾ തരുമ്പോൾ രണ്ട് അഭിഷേകമുണ്ട്. ഒന്നെന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. രണ്ടെന്താണ്? രണ്ട്, തീയാലുള്ള അഭിഷേകം. ഒന്ന്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടിയാണെങ്കിൽ തീ എന്ന് പറയുന്നത് എന്തിനാണ്? തീ എന്ന് പറയുന്നത് എന്തിനാണ്? മറ്റുള്ളവർക്ക് ഉപകാരപ്പെടാനാ. അങ്ങനെ രണ്ട് ശുശ്രൂഷകൾ നമ്മൾ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത വരുമ്പോൾ അതിനകത്തൊരു തീയായി വെളിപ്പെട്ട് അനേകം പേർക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കർത്താവിനോട് പറയാൻ പറ്റുമോ? കർത്താവേ, എൻ്റെ മേലൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവ് എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല പലർക്കും ഒരു വിടുതലായി വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, ഇത് അതിപ്രാധാന്യമൊരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് എപ്പോഴാദ്യം ശിഷ്യന്മാർക്ക് ലഭിച്ചതെന്ന് അറിയാമോ? എപ്പോഴാ? ഹലോ, ഇതൊക്കെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവുകളെക്കാളും ഇന്ന് പകൽക്കാലം വചനപ്രകാരം സഭയെ ഉറപ്പിക്കാൻ ദൈവാത്മാവ് ആ പഠനത്തിലൂടെ ലഭ്യമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടിയത്? പറഞ്ഞേ, എപ്പോഴാ? വെരി ഗുഡ്, നല്ല പെന്തക്കോസ്തുകാരാ. ആസ്റ്റർ പറയണ്ട, സ്തോത്രം. എപ്പോഴാ പരിശുദ്ധാത്മാവ് ലഭിച്ചേ? പെന്തക്കോസ്തുകാരല്ലേ? നല്ല പെന്തക്കോസ്തുകാരാ, സ്തോത്രം. പരിശുദ്ധാത്മാ അപ്പോഴാണോ ശിഷ്യന്മാർക്ക് കിട്ടിയേ? ബൈബിൾ വായിച്ചിട്ടുണ്ടോ? നമുക്കത് വായിക്കാം. എന്തായാലും ഇനി ഞാൻ കുറേ നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ, സ്തോത്രം, പെന്തക്കോസ്തുകാരെ പോലും വളരെ വിഷമമായി പോകും. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാ അപ്പോഴല്ല ശിഷ്യന്മാർക്ക് ആദ്യം കിട്ടിയത്. അവിടെയാണോ? ഇല്ലേ? ഇല്ലെന്ന് പറയാം. എന്ത് എളുപ്പമെന്നറിയാം, വായിച്ചു നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ വരാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21, 22. ഒറ്റ വാക്ക് വായിക്കുമ്പോൾ തന്നെ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് വരാം. എപ്പോഴാണ് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർക്ക് കിട്ടിയത്? ജോൺ ചാപ്റ്റർ 20 വേഴ്സ് 21 and 22 പ്ലീസ്. ഇത് പറഞ്ഞിട്ട് ആരാ? ഇത് പറഞ്ഞിട്ട് ആരാ? യേശു ജീവിച്ചിരുന്ന സമയത്താണോ? ആണോ? ഇത് ആരോടാ? ശിഷ്യന്മാരോട്. ഇത് ശിഷ്യന്മാരോട് യേശു ഡയറക്റ്റായി പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് ലഭിച്ച ശേഷമാണോ? അല്ല. വാക്യം വായിച്ച, അടുത്ത വാക്യം വായിച്ച. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കയ്യും വിലാപ്പുറം അവനെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി. വളരെ ഇമ്പോർട്ടൻസാ. അവൻ അവന്റെ മേൽ ഊതി. അടുത്ത വാക്യം, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. അടുത്ത വാക്യം, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ. ഞാനിവിടെ ശ്രദ്ധയോടെ കേൾക്കണം. യേശു കർത്താവ് ഡയറക്റ്റായി ശിഷ്യന്മാർ എന്ത് ചെയ്യാണ്? ഊതുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇനി നമ്മളൊന്ന് പഴയ നിയമത്തിൽ നിന്ന് പോകും നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തിൽ വരാം. ആദാമിനും ഹവ്വയ്ക്കും
തൻ്റെ മൂക്കിൽ എന്തോ ചെയ്ത ദൈവം? ശ്വാസം ഊതി. അതേ പ്രവൃത്തിയല്ലേ ഇവിടെ ശിഷ്യന്മാരുടെ നടക്കുന്നേ? അന്ന് പിതാവായ ദൈവം ആദാമിന്റെ ഹവ്വയുടെ മേൽ മൂക്കിൽ ദൈവ ശ്വാസമൂതിയതുപോലെ ഇവിടെ കർത്താവ് ശിഷ്യന്മാര് വേണ്ടി ഊതുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുവിൻ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയോ? നമ്മളെല്ലാം ജീവൻ കൊണ്ട് നടക്കുമ്പോൾ യേശു കർത്താവിന്റെ ശ്വാസം ജീവദാതാവായിട്ടാണ് നടക്കുന്നത്. മനസ്സിലായോ? ശ്രദ്ധയോടെ കേൾക്കണം, ദൈവജനം തിരിച്ചറിയണം. വചന വെളിപ്പാട് വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവം കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തു നാളിലല്ല. യേശു ഡയറക്റ്റായി ശിഷ്യന്മാരെ അവരുടെ മേൽ ഊതി എന്ന് പറയുന്നുവെങ്കിൽ അതിനകത്തൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മുഴുവനായി അവരുടെ മേൽ ഇൻസ്റ്റാൾ ചെയ്തുവെങ്കിൽ അതിന്റെ ഒരു പകർച്ചയാണ് പെന്തക്കോസ്തു നാളിൽ അനുഭവിച്ചത്. തെളിവുണ്ടോ? അതല്ലേ പത്രോസ് എഴുന്നേറ്റ് പരസ്യമായി ചങ്കൂറ്റത്തോടെ ഒരിക്കൽ പലരുടെ മുൻപിൽ വെച്ച് ആരും കാണാതെ 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് ഇവിടെ എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന ദൈവം. ഈ പവർ എവിടെ നിന്നാ കിട്ടിയെന്ന് അറിയാമോ? പെന്തക്കോസ്ത് നാളിലല്ല. ഈ പവർ കിട്ടിയത് യേശു ഡയറക്റ്റ് ആയവരൊന്ന് ഊതി. ഞാൻ എന്തിനാ വാക്കു പറഞ്ഞെന്നറിയാമോ? ആദാമിന്റെ മേലും ഹവ്വയുടെ മൂക്കിനകത്തൊരു ജീവശ്വാസം ഊതിയതുപോലെ ശിഷ്യന്മാരുടെ മേൽ ഒരു ജീവശ്വാസം ഊതിയതുപോലെ നമുക്കും ഒന്ന് അപ്പനോട് പറയുവാൻ പറ്റും, അപ്പാ എന്റെ മേൽ അങ്ങനൊന്ന് ഊതണമേ, അപ്പാ എന്റെ ജീവിതത്തിന്മേൽ അങ്ങനൊന്ന് ഊതണമേ, അപ്പാ അങ്ങയുടെ ആത്മാവിന്റെ പൂർണ്ണത എന്റെ ശരീരത്തിന്മേൽ വെളിപ്പെടണമേ. അപ്പോൾ ഇവിടെ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ അതിന്റെ പൂർണ്ണത എവിടെയെന്നറിയാമോ? ജീവനുള്ള ദേഹിയായി തീർന്നതുപോലെ, പത്രോസും കൂട്ടനും ജീവനുള്ള ദേഹിയായി തീർന്നതുപോലെ ഇന്ന് പകൽക്കാൻ ദൈവത്തോട് നമുക്കൊന്ന് കരയുവാൻ പറ്റും, അപ്പാ എന്റെ മേൽ അങ്ങൊന്ന് ഡയറക്റ്റായി ഊതണമേ, അപ്പാ എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഒരു ഡയറക്റ്റ് ഒരു അഭിഷേകം വെളിപ്പെടണമേ. ഇന്ന് പകൽക്കാല ദൈവവചനം പറയുന്നു, 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടെന്നല്ല അവനുണ്ടെന്ന് പറയുന്നുവെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാൻ പറ്റുമോ? കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എന്റെ മധ്യത്തിലുണ്ടെങ്കിൽ ആ കർത്താവിനൊന്ന് ഊതണമേ. ഊതിക്കഴിഞ്ഞാൽ 100% ഒരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുന്നത് പോലെ നമ്മുടെ ദേഹി ജീവനുള്ള ദേഹിയായി വെളിപ്പെടുന്നത് പോലെ ഇന്ന് പകൽക്കാലം വ്യത്യസ്തമായി ഒരു നിമിഷം നമുക്ക് ദൈവത്തോടൊന്ന് പറയാമോ? കർത്താവേ, എൻ്റെ മേൽ ഡയറക്റ്റായി ഒന്നൊന്ന് ഊതണമേ. ഒരു നിമിഷം കണ്ണുകളെ മൂടാം. എല്ലാവരുടെ കണ്ണുകളെ മൂടിയാട്ടെ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ 3ാം പ്രാർത്ഥനാ വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. 1ാമത്തെ വിഷയം, കർത്താവേ, എൻ്റെ ഹല്ലേലൂയ ശരീരത്തിൽ മാത്രമല്ല എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുക്കുവാൻ എൻ്റെ മനസ്സിനെയും ജീവിതത്തെയും സമർപ്പിക്കണമേ. 2ാമത്തെ വിഷയം, കർത്താവേ, ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നിരന്തരമായി എന്നെ നനയ്ക്കണമേ. 3ാമത്തെ ഭാഗം ഇന്ന് പകൽക്കാലം ആദ്യം പറഞ്ഞൊരു ഭാഗമുണ്ട്. യഹോവയുടെ ആത്മാവെന്ന് പറയുന്നത്, യഹോവയുടെ ആത്മാവ് 1 യഹോവയുടെ സ്പിരിറ്റ് ഓഫ് ലോർഡ്, യഹോവയുടെ ആത്മാവ്. 2 ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, ആലോചനയുടെ, ശക്തിയുടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ വിധമാകുന്ന 7 ആത്മാവിനെ കൊണ്ട് എൻ്റെ മേൽ ഒന്ന് നിറയ്ക്കണമേ. ശക്തിയുടെ മാത്രമല്ല, ഒരു ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ. ഹല്ലേലൂയ. കർത്താവേ, അതേ പൂർണ്ണത എൻ്റെ കുഞ്ഞുങ്ങളുടെ മേലും എൻ്റെ സഭയ്ക്കകത്ത് വെളിപ്പെടണമേ. ഹല്ലേലൂയ. 4ാമത്തെ പ്രാർത്ഥനാ വിഷയം ഇന്ന് പകൽക്കാലം വ്യക്തമായി ദൈവവചനം പറയുന്നു. യേശു കർത്താവ് ശിഷ്യന്മാരെ ഡയറക്റ്റായി ഊതിയിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പിൻ. അതിൻ്റെ ചില സാരാംശങ്ങളാണ് പലരിയ പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടുവെങ്കിൽ
ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവേ, എൻ്റെ മേൽ ആ ഒരു ഊതൽ സംഭവിക്കട്ടെ. മറ്റുള്ളവരിൽ നിന്നും പകർന്ന ഒരു ആത്മാവല്ല, മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയെന്ന ഒരു അന്യഭാഷയല്ല, മറ്റുള്ളവരിൽ നിന്നും കിട്ടിയൊരു ശക്തിയല്ല, മറ്റുള്ളവരിൽ നിന്നും പ്രാപിച്ചൊരു അനുഭവമല്ല. നിരന്തരമായി സഭയോട് പറഞ്ഞൊരു ആലോചനയുണ്ട്. വ്യക്തിപരമായി ജീവിത വിശുദ്ധി പരിപാലിച്ച് വ്യക്തിപരമായി സ്തുതിക്കുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു അതിയായ ദൈവ സാന്നിധ്യം വെളിപ്പെടുമെന്ന് സഭയോട് ഒരുപാട് നാളുകളായി ദൈവത്തിന്റെ ആലോചന പറയുമ്പോൾ ഇന്ന് പകൽക്കാലം സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനത്തിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ, അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത്, അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന്റെ അതേ ആത്മാവോടുകൂടെ അതേ ശക്തിയോടുകൂടെ യേശു കർത്താവ് നമ്മുടെ മേൽ ഒന്ന് ഊതുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ പറ്റും, അപ്പാ എന്നെ ഒന്ന് ഡയറക്റ്റായി ഒന്ന് നിറയ്ക്കണമേ. ഈ ഡയറക്റ്റായി എന്നെ ഒന്ന് പ്രവർത്തിച്ചാലുള്ള ഗുണം എന്നാണെന്നറിയാമോ? ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ പരാജയപ്പെട്ടു പോകാതെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവേ, ആദിയെങ്കിൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ആദിയെങ്കിൽ ഹല്ലേലൂയ മനുഷ്യന്റെ മൂക്കിലേക്ക് പകർന്ന ഒരു ജീവശ്വാസം കർത്താവേ എൻ്റെ മേൽ പകരണമേ. അപ്പാ, അവൻ പാപം ചെയ്തു പോയപ്പോൾ തൻ്റെ മേലുണ്ടായിരുന്ന ആ അനുഭവം നഷ്ടപ്പെട്ടു പോയി. ഈ ലോകത്തിന് മുൻപാകെ അവൻ ജീവനുള്ളവനായിരുന്നു. കർത്താവ് പറഞ്ഞു, നീ തിന്നുന്ന നാളിൽ നീ മരിക്കും. ജീവനുള്ള ദേഹിയായി നിൽക്കുവാൻ ദൈവം ആഗ്രഹിച്ചപ്പോൾ മരണം സ്വതവേ വഹിച്ച ആദാമിനെ പോലെ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ മുൻപിൽ ജീവനുള്ളവനാണോ? കർത്താവിന്റെ സന്നി ജീവനുള്ളവളാണോ? ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. കർത്താവേ, നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, ഞാൻ മനുഷ്യരുടെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ, സഭാ ദൈവദാസന്റെ മുമ്പിൽ, വിശ്വാസികളുടെ മുമ്പിൽ, ദേശത്തിന് മുമ്പിൽ ഞാൻ ജീവനുള്ളതാ. കർത്താവേ, എൻ്റെ ദേഹി ജീവനുള്ളവനാണോ? എൻ്റെ ദേഹിയിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടോ? എൻ്റെ മേൽ കർത്താവേ യഹോവയുടെ ആത്മാവുണ്ടോ? എൻ്റെ മേൽ ജ്ഞാനത്തിന്റെ, വിവേകത്തിന്റെ, പരിജ്ഞാനത്തിന്റെ, ബലത്തിന്റെ, ശക്തിയുടെ അതേ കർത്താവേ ആ ആത്മാവ് എൻ്റെ മേലുണ്ടോ? ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അതേ ആത്മാവിന്റെ പൂർണ്ണത എൻ്റെ മേൽ വരട്ടെ. ആ പൂർണ്ണത അനുഭവിക്കണമെങ്കിൽ നമ്മുടെ മേൽ കർത്താവ് ഡയറക്റ്റായി ഊതണം. ആ ഒരു അനുഭവത്തിലേക്ക് ദൈവജനമായി തീരട്ടെ. ഈ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഫ്രം ദ ഗോഡ്, ഡയറക്റ്റ് അനോയിന്റ്മെന്റ് ഫ്രം ദ ഗോഡ്. നമ്മൾ ആഗ്രഹിക്കുന്നത് കർത്താവേ, എനിക്ക് ഡയറക്റ്റായി അങ്ങയിൽ നിന്നും ഒരു അഭിഷേകം ആവശ്യമാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? കർത്താവേ, ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ എൻ്റെ മേൽ കുഞ്ഞുങ്ങളുടെ വെളിപ്പെടട്ടെ. ജീവിതത്തോട്, തലമുറകളോട്, ജീവിതത്തെ വെല്ലുവിളിക്കുന്ന പല സാഹചര്യങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ ഒരു പൂർണ്ണ നമ്മുടെ മേൽ വെളിപ്പെടുമ്പോൾ നിശ്ചയമായി ഒരു വലിയൊരു ദൈവ സാന്നിധ്യത്തെ നാം നിറയുവാനിടയായിത്തീരും. ജീവിതം നടക്കുന്ന ഏത് ഘട്ടങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, അവിടെ നിലനിൽക്കേണ്ട കൃപ നമ്മുടെ മേൽ ഈ പൂർണ്ണത അത് പൂർത്തീകരിക്കുവാനിടയായിത്തീരും. ഇന്നലെ വരെ ശക്തിയുടെ ആത്മാവ് മാത്രമായി കരുതിയെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോട് കർത്താവേ, എനിക്ക് ശക്തിയുടെ ആത്മാവ് മാത്രം പോരാ, യഹോവയുടെ ആത്മാവിന്റെ പൂർണ്ണത എൻ്റെ മേൽ വരിക്കണം. കർത്താവേ, യഹോവ ഭക്തിയുടെ ആത്മാവ് എൻ്റെ മേൽ തരണം. യഹോവ ഭക്തി അത് വളരെ ഇമ്പോർട്ടൻസാ. ഈ വരുന്ന നാളുകളിൽ 7 ആത്മാവിന്റെ വ്യത്യസ്തത ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം പറയാൻ പറ്റുമോ? കർത്താവേ, ആ യഹോവ ഭക്തിയുടെ ആത്മാവ് എൻ്റെ മേൽ വരണം. ജ്ഞാനത്തിന്റെ ആത്മാവ് എൻ്റെ മേൽ പകരണം. വിവേകത്തിന്റെ ആത്മാവിനെ പകരണം. ആ ശക്തിയുടെ ആത്മാവ് എൻ്റെ മേൽ പകരണം. കർത്താവേ, 7 ആത്മാവിനെ കൊണ്ട് നിറയ്ക്കണമേ. അതിനായി ഒരു ഡയറക്റ്റായി കർത്താവിനെ ഉപയോഗിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. പുതിയ നിയമത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഊതിയതുപോലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്നൊരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമ്മയും നമ്മുടെ തലമുറകളെയും ഡയറക്റ്റായി പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അങ്ങനൊരു അപ്രോച്ചിനായി, അങ്ങനൊരു സാന്നിധ്യത്തിനായി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്നുള്ള സമയങ്ങൾ ആശീർവാദം ദൈവദാസൻ പറയുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.